അപ്പോൾ ഈ ഉപാസന എന്താണ്? ഇത് ചെയ്യുന്നതിന് എന്തെങ്കിലും ഗുരുപദേശം വേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് പറയാം. ഭക്തി കഴിഞ്ഞു വരുന്ന അടുത്ത ഒരു സ്റ്റേജിലേക്ക് ഉപാസന എന്ന് പറഞ്ഞ സംഗതി ഇല്ലാണ്ടേ മാറും. കാരണം കാണുന്നതും എല്ലാം ഗണപതിയാണ്. നിങ്ങൾക്കിത് എന്ത് ചെയ്താലും ഗണപതിയെ നമ്മളൊന്ന് വിചാരിച്ചു. ഉദാഹരണം പറയാണ്, ഉപാസന പലതരത്തിലുള്ള ഉപാസനകളുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്തു തരുന്നതെല്ലാം ഗണപതിയാണ്. എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഉപാസനാ ശക്തി കൊണ്ടാണ് എനിക്കിത് ലഭ്യമായത് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഈ സാധകൻ ധരിക്കുകയും അതിന് ഗണപതി ഒരു കാരണമായി തീരുകയും ചെയ്യും. ഒരു പരമഗുരുവായി മഹാദേവനെ സങ്കല്പിച്ചുകൊണ്ട് ഉപാസന ചെയ്യുന്ന സമയങ്ങളിൽ, ഈ കുടുംബപരമായ ജീവിതം മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഉപാസനയ്ക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഇല്ലയോ? കഴിഞ്ഞ ജന്മത്തെ പറ്റി പറയുന്നുണ്ട്. അതെ, കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്യുന്നുണ്ട്. ഒരു തലത്തിലേ ഉള്ളൂ പാപവും പുണ്യവും ഒക്കെ തന്നെ. ഇതൊക്കെ നമ്മളുടെ കണ്ടെത്തലുകൾ മാത്രമാണ്. ഈ മനുഷ്യ ജന്മത്തിൽ ഇരിക്കുന്ന ഈ അവസ്ഥയിലിരിക്കുന്ന അങ്ങ് പ്രദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടിരിക്കുമ്പോഴുള്ള ചിന്തകൾ മാത്രമാണ്. എന്താണ് ഉപാസന? ഉപാസനയെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ പലതരത്തിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ദൈവജ്ഞന്മാരുടെയും ഈ പറയുന്ന ജ്യോതിഷന്മാരുടെയും തിരുമേനിമാരുടെയും ഒരുപാട് രീതിയിലുള്ള എക്സ്പ്ലനേഷൻസും കിട്ടിയിട്ടുണ്ട്. ഉപാസന ഈ പറയുന്ന യുഗം, ഈ കൽക്കി യുഗം കഴിഞ്ഞ് ഇപ്പോൾ നിൽക്കുന്ന ഈ യുഗത്തിൽ ഉപാസനയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ എല്ലാവർക്കും ഉപാസനയെപ്പറ്റി അറിയില്ല. ഉപാസന ചെയ്തു പോകുന്ന ഒരാളെ നമുക്ക് പൂർണ്ണമായിട്ടും കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്പിരിച്വൽ ഓറയുണ്ടാവും, ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഉപാസന എന്താണ്? ഇത് ചെയ്യുന്നതിന് എന്തെങ്കിലും ഗുരുപദേശം വേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മൾ ഈ ഭക്തിയുമായിട്ടാണ് ഉപാസനയ്ക്ക് ബന്ധം. അതെ, ഭക്തി കഴിഞ്ഞു വരുന്ന അടുത്ത ഒരു സ്റ്റേജിലേക്ക് ഉപാസന എന്ന് പറഞ്ഞ സംഗതി ഇല്ലാണ്ടേ മാറും. അതെ അതെ. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ബ്രഹ്മമയമായി കാണുകയും കാണുന്നതൊക്കെ തന്നെ എൻ്റെ മനസ്സിലുള്ള രൂപം തന്നെയാണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ ഉപാസനയില്ല. പക്ഷേ ഉപാസന എന്ന് പറയുന്നത് ഭക്തിയുമായിട്ട് അൾട്ടിമേറ്റ്ലി ഇതുള്ളതാണ്. ഉപാസനയ്ക്ക് നമുക്ക് ഒരു ഗുരുനാഥന് ആവശ്യമുണ്ട്. അതിലിപ്പോൾ നമ്മൾ ജ്യോതിഷം എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ ജ്യോതിഷത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ജാതകത്തിലൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് ഒരു ഇതായിട്ട് പറയുകയാണ്. നിങ്ങൾക്കുള്ള ജാതകത്തിലെ ചില ഭാവങ്ങൾ, 5-ാം ഭാവം അല്ലെങ്കിൽ 9-ാം ഭാവം ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഈ ഉപാസനാ മൂർത്തിയെ ഇതാണ് നിങ്ങൾ നിങ്ങളിൽ അറിവുള്ള ഒരു ഗുരുനാഥൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് ഉള്ളിലേക്ക് അങ്ങ് എടുക്കുകയാണ്. നിങ്ങളിപ്പോൾ ഉപാസിക്കേണ്ടത് ഗണപതിയെയാണ്. നിങ്ങൾ ഗണപതിയെ ഉപാസിച്ചോളൂ, നിങ്ങൾക്ക് എന്തും ഗണപതി തരും എന്ന് നമ്മളിൽ അറിവുള്ള ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മളുടെ മനസ്സ്, ഇദ്ദേഹം ഈ നമുക്ക് പറഞ്ഞു തന്ന ആൾ സന്യാസിയെ പോലെ ഒരാളാണ്, അദ്ദേഹം മന്ത്രദീക്ഷ കിട്ടിയിട്ടുള്ള ആളാണ്, അദ്ദേഹം ഈ ഉപാസനകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഓറയുണ്ട്, നമുക്ക് നല്ല ഒരു ചൈതന്യം തോന്നുന്നുണ്ട്. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കുമ്പോഴും, അതായത് മോറലായിട്ടുള്ള ജീവിതം നോക്കുമ്പോഴും നല്ല. അപ്പോൾ ഇദ്ദേഹത്തെ നമുക്കൊരു ഗുരുവായിട്ട് സ്വീകരിക്കാം, ഇദ്ദേഹത്തിൽ പാണ്ഡിത്യമുണ്ട്, അറിവുണ്ട്, അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ശരിയായിരിക്കും എന്നുള്ള ഒരു ചിന്തയാണ് ആദ്യം മനസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഗണപതിയെ തന്നെ മനസ്സിൽ വിചാരിക്കാം. ഒരു കാര്യം നമുക്ക് സാധകമായി തീരണമെങ്കിൽ, നമ്മളിലേക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനെ നമ്മൾ മനനം ചെയ്യണം. ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കണം. അതെ. രണ്ടാമത് അതിൽ തന്നെ മുഴുകിയിരിക്കണം. എന്താണത് എന്നുള്ളതിനെ പറ്റി ധ്യാനം ചെയ്യണം. ധ്യാത് ജായതേ യാനമാണ് ധ്യാനം. അതെ. അവസാനം നമ്മൾ അതിൽ തന്നെ ഇഴുകിച്ചേരണം. ഈ 3 അവസ്ഥകളിലും കൂടി കയറുമ്പോൾ നിങ്ങൾ ഗണപതി നിങ്ങളുടെ ഉപാസകനായി തീരും. കാരണം കാണുന്നതും എല്ലാം ഗണപതിയാണ്. നിങ്ങൾക്കിത് എന്ത് ചെയ്താലും ഗണപതിയെ നമ്മളൊന്ന് വിചാരിച്ചു. ഉദാഹരണം പറയാണ്, ഉപാസന പലതരത്തിലുള്ള ഉപാസനകളുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്തു തരുന്നതെല്ലാം ഗണപതിയാണ്. എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഉപാസനാ ശക്തി കൊണ്ടാണ് എനിക്കിത് ലഭ്യമായത് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഈ സാധകൻ ധരിക്കുകയും അതിന് ഗണപതി ഒരു കാരണമായി തീരുകയും ചെയ്യും. അനവധി തരത്തിലുള്ള ഉപാസനകളുണ്ട്. നമ്മുടെ വിദ്യാപരമായിട്ട്, നമ്മുടെ ചിന്താശേഷിപരമായിട്ട്, നമ്മളുടെ സ്വഭാവപരമായിട്ട്, ഇതെല്ലാം അനവധി തരത്തിലുള്ള ഉപാസനകളുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും ഒരു ഉപാസനാമൂർത്തി നമുക്ക് ഗുണങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മുടെ മനസ്സിന് തന്നെ തൃപ്തിയാകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് അങ്ങ് നടക്കുകയാണ്. അത് ഉപാസനാ ശക്തിയാണ്, അല്ലെങ്കിൽ അതൊരു ഉപാസനാ ദേവതയുടെ അനുഗ്രഹമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. മനസ്സിലായി? ചിലപ്പോൾ 99 കാര്യം നടന്നില്ലായിരിക്കാം, പക്ഷേ എങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ നമുക്ക് അതിൽ നമ്മൾ തൃപ്തനാണ്. ആ തൃപ്തിയാണ് ഉപാസനയുടെ ശക്തി. അതെ. അപ്പോൾ ഈ കഴിഞ്ഞ ജന്മത്തിൽ ഉപാസനയുള്ളവർ, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ മുൻ ജന്മങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് ഈ ജന്മം എടുക്കുന്നവരാണല്ലോ ഉപാസനയിലേക്ക് വരുന്നതെന്ന് പറയപ്പെടുന്നത്.
അപ്പോൾ ഒരുപാട് പാപം, എന്തായാലും മനുഷ്യൻ, നമ്മുടെ ഈ ശരീരം ഡ്രസ്സ് മാറുന്നത് പോലെയാണല്ലോ ആത്മാവ് മാറി മാറി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവർ നല്ലൊരു പാരൻറ്റിങ് ഇല്ലാതെ ഒരിടത്ത് ജന്മമെടുക്കുന്നു. അപ്പോൾ ഉപാസന എന്താണെന്ന് പോലും അറിയുന്നില്ല. ഗുരുവിനെ തേടി പല സ്ഥലങ്ങളിലേക്ക് നടക്കുന്നു, പക്ഷെ ഗുരുവിനെ കിട്ടുന്നില്ല. അപ്പോൾ ഗുരു നമ്മളിലേക്ക് വരണം, അല്ലെങ്കിൽ ഗുരു ഉപദേശം കിട്ടണം എന്നുള്ളത് ഒരു ജീവിത നിയോഗമാണ്, അല്ലേ? ഈ ജീവിത നിയോഗത്തിലേക്ക് എത്തുന്ന സമയത്ത് കിട്ടാത്തവർ മഹാഗുരു എന്നറിയപ്പെടുന്ന പരമശിവനെ സങ്കല്പിച്ചുകൊണ്ട് ഉപാസന ചെയ്യുന്നവരുണ്ട്. ഇവരുടെ ചോദ്യത്തിൻ്റെ കൺക്ലൂഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു, അതായത് ഈ കാണുന്ന പ്രേക്ഷകരിൽ പലർക്കും ഉപാസന ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരായിരിക്കും. ഒരുപാട് ഗുരുക്കന്മാർ, ഞാനും എത്രയോ വർഷം ഗുരുക്കന്മാരെ തേടി പല സ്ഥലങ്ങളിലും അലഞ്ഞു, ആ നിയോഗമായപ്പം കിട്ടി. അപ്പം അതുപോലെ പോകുന്നവർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പരമഗുരുവായി മഹാദേവനെ സങ്കല്പിച്ചുകൊണ്ട് ഉപാസന ചെയ്യുന്ന സമയങ്ങളിൽ, ഈ കുടുംബപരമായ ജീവിതം മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഉപാസനയ്ക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഇല്ലയോ? ഇത് സാധാരണപ്പെട്ടവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് എനിക്ക് കുറേ ഡീപ്പിൽ പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. അതെ, കഴിഞ്ഞ ജന്മത്തെ പറ്റി പറയുന്നുണ്ട്. അതെ, കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്യുന്നുണ്ട്. ഒരു തലത്തിലേ ഉള്ളൂ പാപവും പുണ്യവും ഒക്കെ തന്നെ. ഇതൊക്കെ നമ്മളുടെ കണ്ടെത്തലുകൾ മാത്രമാണ്. ഈ മനുഷ്യ ജന്മത്തിൽ ഇരിക്കുന്ന, ഈ അവസ്ഥയിലിരിക്കുന്ന അങ്ങ് പ്രദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടിരിക്കുമ്പോഴുള്ള ചിന്തകൾ മാത്രമാണ്. അങ്ങയുടെ കഴിഞ്ഞ ജന്മം എന്തായിരുന്നു എന്ന് ആരാലും പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും 4 തരത്തിലുള്ള ജന്മമുണ്ട്. അണ്ടജ, ഉൽഭിജ, ഉഷ്ണിജ, സ്വേദജങ്ങളായിട്ട്. അതിൽ അണ്ടജമാണ് നമ്മൾ ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ കാണുന്ന, ഞാനും അങ്ങ് എന്നെ കാണുമ്പോഴും ഞാൻ അങ്ങേ കാണുമ്പോഴും അണ്ടജമായിട്ട് വന്നിട്ടുള്ള ഒരു ജനനം. ഉൽഭിജമായിട്ടുള്ളതുണ്ട്, കിളികളൊക്കെ ഉൽഭിജമാണ്. സ്വേദജമാണ് സസ്യങ്ങളൊക്കെ സ്വേദജം. ഉഷ്ണിജമുണ്ട്, വൈറസുകൾ. ഇപ്പോൾ പനിയുണ്ട്, നല്ല പനിയുണ്ടെങ്കിൽ നമുക്ക് വൈറസിൻ്റെ കൂടുതൽ ആധിക്യം കൊണ്ടാണ് ഈ. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഇതിൽ ഏതായിരുന്നു എന്ന് എങ്ങനെ അറിയും? പുണ്യം, പാപം, വേദന, ദേഷ്യം, ദോഷം, ഇതൊക്കെ നമ്മളുടെ ഈ ജന്മത്തിൽ നമുക്കുണ്ടാവുന്ന തോട്ട്സാണ്, ചിന്തയാണ്. അങ്ങ് നടന്നു പോകുന്നു, അങ്ങയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു ഉറുമ്പ് അങ്ങയുടെ കാലിനടി വിട്ട് ചത്തു പോകുന്നു, ചവിട്ടുകൊണ്ട് മരിച്ചു പോകുന്നു. ശരിയാണോ തെറ്റാണോ? അറിയില്ല. കർമ്മമാണ്. അങ്ങ് ആ സമയത്ത് ആ സ്ഥലത്ത് വെച്ച് ആ ഉറുമ്പിൻ്റെ മുകളിൽ ചവിട്ടുമെന്നും ആ ഉറുമ്പ് അങ്ങയുടെ ചവിട്ടുകൊണ്ട് മരിച്ചു പോകണമെന്നും കർമ്മം അതിനുമുണ്ട് ഇതിനുമുണ്ട്. ഇതല്ലാതെ വേറൊരാൾക്ക് അതിന് മരണമില്ല. അപ്പം ഇതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ? നമ്മൾ അറിഞ്ഞുകൊണ്ട് ആണല്ലോ തെറ്റെന്ന് പറയുന്നത്. പറയാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലാതെ ഒരാളെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾക്കൊരു ശരിയായാലും തെറ്റായാലും എന്തായാലും അത് മറ്റുള്ളവരുടെ വിവക്ഷയാണ്. നിങ്ങൾ ആ സമയത്ത് ചെയ്തു പോയതാണ്, അത് നിങ്ങളാൽ മാത്രമേ സാധിക്കൂ. അതാണ് കർമ്മം. ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഇതിലേക്ക് വന്നാൽ, ദേവതാഭാവത്തിലേക്ക് വന്നാൽ, നമ്മൾ ഈ ജന്മത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി. ഈ ജന്മത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വിഷമസ്ഥിതികൾ വരുന്നു, എൻ്റെ മനസ്സ് വളരെ കലുഷിതമാകുന്നു, എനിക്കിതിനെ അറിയണം എന്നുള്ള ആഗ്രഹമാണ് ഫസ്റ്റ്. ഒരു ചോദനയാണ് മനസ്സിൽ ആദ്യം വരുന്നത്. ഇതിന് ഞാൻ ആരെ സമീപിക്കണമെന്നാണ് അങ്ങയുടെ ചോദ്യം. അതാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ അതാണ്. ഇതിന് യോഗ്യനായ ഒരാളെന്ന് നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക. ചിലപ്പോൾ താടിയും തലയും നീട്ടിയിരിക്കുന്ന ഒരാളെ നമുക്ക് ചിലപ്പോൾ നമുക്ക് പറ്റില്ലായിരിക്കാം. ഇപ്പം ഗോവിന്ദ പത്മപാദർ എന്ന് പറയുന്ന തൻ്റെ ഗുരുവിനെ കണ്ടെത്താൻ ശ്രീശങ്കര ഭഗവത്പാദർ അനവധി കാലം യാത്ര പോയി. അദ്ദേഹം ജന്മനാ തന്നെ സന്യാസിയായിട്ടുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിന് ഗുരു വേണമെന്നുള്ളതുകൊണ്ടാണ് ഗോവിന്ദ പത്മപാദരുടെ അടുത്തേക്ക് അദ്ദേഹം എത്തപ്പെട്ടത്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തേക്ക് വിവേകാനന്ദൻ എത്തുമ്പോൾ ഇത് തൻ്റെ ഗുരുവായി തീരുമെന്നും താനൊരു ആധ്യാത്മിക പ്രവർത്തകനായി തീരുമെന്നും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സന്യാസിയാകുമെന്നും വിവേകാനന്ദൻ അറിയില്ലായിരുന്നു. രാമകൃഷ്ണ പരമഹംസർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് രാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചത്, നീ എവിടെയാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്? അങ്ങേ കാണുമ്പോഴും ചോദിക്കാൻ ഒരാളുണ്ടാവും, നിങ്ങൾ എവിടെയായിരുന്നു? ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിത വഴിയിൽ നിങ്ങൾ കണ്ടെത്തുന്ന ചിലപ്പോൾ അത്രയ്ക്കൊന്നും നിങ്ങളത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒരാൾ ചോദിക്കുന്ന 1 or 2 ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ അയാളുടെ ശിഷ്യനായി മാറ്റും. അത് കർമ്മമാണ്. അത് ഈ ജീവിത ബന്ധാവിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ, ഒരു സംഗതിയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചിന്തയിൽ തന്നെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളിലേക്ക് ആ ഗുരു വന്നു ചേരുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ ഒരു രൂപമായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ബുക്കായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ഒരു വ്യക്തിയായിട്ട് തന്നെയായിരിക്കും. ഇതെല്ലാം ജന്മങ്ങൾ തന്നെയാണ്. ഈ താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. അതിനകത്ത് 1-2 കേസ് എന്ന് പറയുന്നത്,
ഈ കർമ്മങ്ങൾ പല രീതിയിലാണല്ലോ. അപ്പോൾ നമ്മളുടെ ഒരു മനുഷ്യന്റെ ചിന്താരീതി പല രീതിയിലേക്കാണ് വരുന്നത്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത തലങ്ങളിൽ വരുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രകടിതമായ സ്വഭാവമാണ് ദേഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മഹാഗുരു അല്ലെങ്കിൽ സ്ഥിരം മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ സ്ഥിരം ഉപാസന ചെയ്യുന്ന ഒരാൾക്ക് ഒരു പരിധി വരെയൊക്കെ ഈ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റാണെങ്കിൽ തിരുത്തുക. അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ഒരു ഏജിൽ വരുന്ന ഒരു ദേഷ്യം, ഒരു യങ് ഏജിൽ വരുന്ന ദേഷ്യം ഒരാളെ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം എന്നൊരു തോട്ടുണ്ടാവും. അവിടെയാണ് അവർ ആദ്യമായിട്ട് ആശ്രയിക്കുന്നത് ദൈവജ്ഞന്മാർ, ജ്യോതിഷന്മാർ, പുരോഹിതന്മാർ. അവിടെയാണ് മാരണം, സ്തംഭനം, ബന്ധനം ഇങ്ങനെയുള്ള പ്രക്രിയകൾ വരുന്നത്. അതിൽ ദർ ഇസ് എ ടു ഫിലോസഫി. ഒന്നെന്ന് പറയുന്നത് ഫിയർ ഫാക്ടേഴ്സ്, സെക്കൻഡ് ഒന്നെന്ന് പറയുന്നത് ഹോപ്പ് ജനറേഷൻ അല്ലേ. അപ്പോൾ നല്ല ദൈവജ്ഞന്മാർ എന്നും പ്രതീക്ഷകൾ കൊടുത്ത് നല്ല വഴിയിൽ നടത്താൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കാലങ്ങളിൽ ഒരു സൈഡിൽ കമേഴ്ഷ്യൽ മാത്രം മാർക്കറ്റ് ചെയ്ത് നിൽക്കുന്നവർ സ്വാഭാവികമായിട്ട് അവനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കർമ്മത്തിലേക്ക് അകപ്പെടുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അല്ലേ. ഈ കർമ്മത്തിന്റെ റിട്ടേൺസ്, നമ്മുടെ ന്യൂട്ടന്റെ സിദ്ധാന്തം നമ്മൾ പറയുന്നത് പോലെ എവറി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ആ ആക്ഷൻ നമ്മളിലേക്കും വരും, ഈ ചെയ്യുന്ന ഒരാളിലേക്കും പോകും. ചെയ്യുന്ന ദൈവജ്ഞൻ വിദഗ്ധനായിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം ബന്ധിതനായിരിക്കും. അപ്പോൾ താങ്കൾ പറഞ്ഞ ഈ കർമ്മം ഒരു ചിന്താഗതിയാണോ അതോ അറിഞ്ഞുകൊണ്ട് അകപ്പെടുന്നതാണോ? ഈ കർമ്മത്തിന്റെ ഫലം തിരിച്ചു വരില്ലേ? ചിന്താഗതിയാണ്. ആണല്ലേ. കാരണം ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ അങ്ങയോട് പറഞ്ഞ ആദ്യത്തെ ഉദാഹരണം തന്നെ എടുക്കട്ടെ. അങ്ങേക്ക് അതിന് വളരെ മനസ്താപം ഉണ്ടായി. അതെ, ഒരു ഇരുമ്പാണ് ചത്തുപോയത്. വളരെ ഒരു മനസ്താപം ഉണ്ടായി. നല്ലൊരു വഴിക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. മനസ്സിനെ വല്ലാതെ അത് ഹനിക്കുകയാണ്. ചെയ്തു പോയത് തെറ്റായല്ലോ, ഞാൻ ചെയ്തത്. അതാണ് താങ്കൾ പറഞ്ഞ ഫിയർ ഫാക്ടർ. കറക്റ്റ്. എനിക്ക് നടക്കാതെ പോകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ പാപം ചെയ്തത് കൊണ്ടാണ്. ശരിക്കും പാപവും പുണ്യവും എന്ന് പറയുന്നത് വേദാന്തത്തിൽ ഇല്ല.